ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതുപോലെ പുതിയ കൂട്ടുകാരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതിനുശേഷം നമ്മുടെ വീഡിയോ കാണാം. നമ്മൾ മീഷോന്ന് എടുത്തിട്ടുള്ള ഈ ഒരു ഡ്രസ്സ് കണ്ടല്ലോ, നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ് കേട്ടോ. ഇപ്പോഴത്തെ മക്കളുടെ കയ്യിലൊക്കെ എല്ലാവരും ഇത് ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു ഡ്രസ്സിന് ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ചെറിയ മക്കൾക്കായാലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് വാഷ്റൂമിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. മൊത്തത്തിൽ ഈ ഡ്രസ്സ് ഊരേണ്ടി വരും. അപ്പം നമുക്ക് ഈ ഒരു ഡ്രസ്സിൽ ചെറിയൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ ഈ ഒരു ഡ്രസ്സിനെ ഞാനിപ്പോൾ ഒന്ന് ശരിയാക്കാൻ പോണതേ, അതിൻ്റെ മേലത്തെ ഭാഗം ടോപ്പ് വേറെ പാൻറ്റ് വേറെ ആക്കിയിട്ടാണ് കേട്ടോ മാറ്റിയെടുക്കാൻ പോണത്. അപ്പം നമുക്കത് ഈ ഒരു പാൻറ്റിൻ്റെ ഭാഗം തുടങ്ങുന്നുണ്ടല്ലോ, അതിൻ്റെ തൊട്ട് താഴെ വെച്ചിട്ട് നമുക്കിതിനെ കട്ട് ചെയ്തിട്ട് 2 പീസാക്കി മാറ്റണം. ഈ ഒരു ഡ്രസ്സിൻ്റെ കൂടി മേൽഭാഗത്തേക്ക് നമുക്ക് ഒരു കോട്ടിൻ്റെ പോലെ ഇടാനായിട്ട് ഒരു ഷർട്ടും കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷർട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും കുറച്ച് മാറ്റം വരുത്താറുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു ഷർട്ട് കുറച്ച് മോൾക്ക് ഇത്തിരി വലിപ്പം കൂടുതലാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ താഴ്വശത്ത് ഇതിങ്ങനെ കെട്ടിയിട്ട് ഇടുന്ന ഒരു മോഡലാണ് കേട്ടോ. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ആ ഒരു മോഡലിനെ മാറ്റിയിട്ട് ചെറുതായിട്ട് നമുക്ക് താഴ്വശം കട്ട് ചെയ്തിട്ട് നേരെ തയ്ച്ചെടുക്കാനാണ് പോണത്. പിന്നെ ഈ ലൂസ് ഉള്ളതും കൂടിയിട്ട് നമുക്കൊന്ന് കറക്റ്റ് ഷേപ്പാക്കി എടുക്കാനുമുണ്ട്. അപ്പോൾ ഇത് ഇതുപോലെ ആ വാല് പോലെ നിൽക്കുന്നുണ്ടല്ലോ താഴോട്ട്, അപ്പോൾ അതിനെ നമ്മൾ കറക്റ്റ് ഒപ്പം വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇനി ഈ ഒരു മോഡൽ ഡ്രസ്സിന് ഇതുപോലെ മാറ്റം വരുത്തിയിട്ട് ഇടുന്നതാണ് കുറച്ചും കൂടി വൃത്തി ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഡ്രസ്സ് ആരെങ്കിലും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മക്കൾക്കുണ്ടെങ്കിൽ ഇതൊരു വട്ടം ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് തയ്ച്ച് നോക്കാം. എന്നിട്ട് നോക്കി നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത്. ഷർട്ടിൻ്റെ താഴ്വശം ഇതേപോലെ ഞാൻ നേരെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ താഴ്വശത്ത് ചെറുതായിട്ട് അംബ്രല്ല ഷേപ്പിലൊന്ന് ചെരിച്ച് കട്ട് ചെയ്യണമെങ്കിൽ അതുപോലെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന ആ ഒരു ഷർട്ടിന് എത്രയ്ക്കാണോ ലൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലൂസ് കുറയ്ക്കുക. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഒരു ഷർട്ടിന് നല്ല ലൂസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ 1 ഇഞ്ചോളം ഉള്ളിലേക്ക് മാറ്റിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഒരു പാൻറ്റിൽ ഇതേപോലെയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടോപ്പിൻ്റെ തൊട്ട് താഴോട്ട് ഇറക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് ആ ഒരു തുണീനെ മറച്ച് ഉള്ളിലേക്ക് തയ്ച്ച് വെക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് തുണി ഇങ്ങനെ നിർത്തിയിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഉള്ളിലേക്ക് ഇതേപോലെ വെച്ചിട്ട് ആ ഒരു എലാസ്റ്റിക് വരുന്നുണ്ടല്ലോ ആ ഒരു ഭാഗം വെച്ചിട്ട് വേണം കേട്ടോ ഉള്ളിലേക്ക് മടക്കാൻ. അപ്പം നമ്മളവിടെ മടക്കി തയ്ച്ചിട്ടുണ്ടെന്നുള്ളത് അങ്ങനെ അറിയില്ല അങ്ങനെ തയ്ച്ചെടുത്ത് കഴിഞ്ഞാൽ. കട്ട് ചെയ്തെടുത്തിട്ടുള്ള പാൻറ്റിൻ്റെ ഇതേപോലെ നമ്മൾ മടക്കി തയ്ക്കണം കേട്ടോ അരവശം. അപ്പോൾ നമുക്ക് അവിടെ എലാസ്റ്റിക്കാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ടോപ്പാണ് കേട്ടോ ശരിയാക്കി എടുക്കുന്നത്. അപ്പോൾ ടോപ്പിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ താഴ്വശത്ത് നിൽക്കുന്ന തുണീനെ ഉള്ളിലേക്ക് ഇങ്ങനെ 2ആക്കി മടക്കിയിട്ട് ആ എലാസ്റ്റിക്കിൻ്റെ ഭാഗം വരുന്ന ഭാഗം വെച്ചിട്ട് ഇതുപോലെ കറക്റ്റ് അങ്ങോട്ട് മടക്കി തയ്ക്കുക കേട്ടോ. തയ്ച്ച് കഴിഞ്ഞിട്ട് കാണുന്ന സമയത്തേ നമ്മളങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ആക്കിയിട്ടുള്ള ടോപ്പാണെന്നുള്ളത് പറയില്ല കേട്ടോ. നമ്മൾ റെഡിമെയ്ഡ് എടുത്ത ടോപ്പിൻ്റെ പോലെ തന്നെയാണ് അതിൻ്റെ താഴ്വശം വൃത്തിയായിട്ടിരിക്കുക. നമ്മുടെ ആ ടോപ്പിൻ്റെ തയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു ഷർട്ടിൻ്റെ സൈഡ് ലൂസ് നിൽക്കുന്നുണ്ടല്ലോ അതൊന്ന് ഷേപ്പ് കറക്റ്റാക്കിയിട്ട് തയ്ച്ചെടുക്കാം. അപ്പോൾ 2 വട്ടമൊക്കെ തയ്ച്ചതിന് ശേഷം ബാക്കി നിൽക്കുന്ന ആ തുണീനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം.
പാൻറ്റിന് എലാസ്റ്റിക് തയ്ക്കാനായിട്ട് നമ്മൾ ആ ഒരു പട്ടവശം തയ്ച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് തയ്ക്കുന്ന സമയത്ത് ഒരു 2 ഇഞ്ചോളം ഗ്യാപ്പ് വിട്ടതിന് ശേഷം തയ്ച്ച് നിർത്തണം. നമ്മുടെ എലാസ്റ്റിക് ഇട്ടിട്ട് നമുക്ക് ഉള്ളിൽ കൂടെ ഇട്ട് പുറത്തേക്ക് എടുക്കാനുള്ള ഒരു ഗ്യാപ്പ് വിടണം കേട്ടോ. ഒരു ഇഞ്ചോളം വീതി വരുന്ന എലാസ്റ്റിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ മോളുടെ അരവണ്ണം എടുത്തു, അതിൽ നിന്ന് ഒരു 2 ഇഞ്ചോളം കുറയ്ക്കാം കേട്ടോ. അപ്പോൾ എത്രയാണ് അരവണ്ണം വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു അളവെടുക്കുക, അതിനേക്കാളും 2 ഇഞ്ച് കുറവിൽ എലാസ്റ്റിക് എടുക്കുക, ആ രീതിക്ക് തയ്ച്ചെടുക്കുക. നമ്മൾ എലാസ്റ്റിക് ഇടുന്ന വീഡിയോ ഒക്കെ നേരത്തെ മുന്നേ നമ്മൾ ഓരോ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് കേട്ടോ, പാൻറ്റിനൊക്കെ എലാസ്റ്റിക് ഇടുന്നത്. അപ്പോൾ അത് കാരണം അത് മുഴുവനായിട്ട് കാണിച്ചിട്ടില്ല. പിന്നെ അവസാനം തയ്ക്കുന്ന സമയത്ത് വലിച്ച് തയ്ച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു അടിപൊളിയായിട്ട് പാൻറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ പാൻറ്റും ടോപ്പും ഒക്കെ സെപ്പറേറ്റ് ആവുന്ന സമയത്ത് വേറെയുള്ള ടോപ്പുകൾ വെച്ചിട്ടായാലും ഈ പാൻറ്റിന് ഇടാനും അതുപോലെ ടോപ്പിൻ്റെ കൂടെ നമുക്ക് വേറെ പാൻറ്റിന് ഉപയോഗിക്കാനും പറ്റും കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ഷർട്ടിൻ്റെ നമ്മൾ സൈഡൊക്കെ തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, താഴ്വശം തയ്ച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. താഴ്വശത്ത് നമ്മളിത് ഇതേപോലെ കുടുക്ക് വരുന്നുണ്ടല്ലോ, അതിൻ്റെ തൊട്ട് താഴെ വെച്ചിട്ട് ചെറിയൊരളവിൽ ഉള്ളിലേക്ക് മടക്കി തയ്ച്ചെടുക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്യണവരാകുമ്പോഴേ നമ്മൾ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് നന്നായി ചെയ്യണമെന്ന് നല്ലതായിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും വന്നിട്ട് നമുക്ക് ടോപ്പുകളായാലും പാൻ്റായാലും എന്ത് ഐറ്റം കൊണ്ടുവന്നിട്ടായാലും അതിൽ റിപ്പയറിങ് പണി പറയുന്ന സമയത്ത് നമുക്കതൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ചെറിയ രീതിയിൽ സ്റ്റിച്ചിങ് അറിഞ്ഞു വെച്ചാലേ അതൊരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഏത് ഡ്രസ്സ് കിട്ടിയാലും ഏതൊരു മെറ്റീരിയൽ കിട്ടിയാലും നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇഷ്ടമുള്ള മോഡലിൽ അതിനെ തയ്ച്ചെടുക്കാനും തിരിച്ചഴിച്ച് കഴിഞ്ഞാൽ അതേപോലെ കൂട്ടി തയ്ക്കാനും നമുക്ക് പറ്റും കേട്ടോ. നമ്മുടെ ഈ ഒരു ഡ്രസ്സിൻ്റെ കംപ്ലീറ്റ് തയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തയ്ക്കൽ കഴിഞ്ഞ് വന്ന സമയത്തും ഇതേപോലെയാണ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ തയ്ച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഇനി വീണ്ടും വരാം.